ഒഴുകിയെത്തിയ ഈ ജനക്കൂട്ടം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ അടിത്തറ തകർക്കാൻ ഈ താനൂരിൽ ആർക്കും സാധിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ്. ഏതാനും ദിവസം മുമ്പ് CPM-ന്റെ ജില്ലാ സമ്മേളനം ഇവിടെ നടത്തി. ആ സമ്മേളനത്തെ തുടർന്ന് ഇവിടെ ചിലർ നടത്തിയ പരാമർശങ്ങളെക്കുറിച്ചാണ് അധ്യക്ഷൻ ബഹുമാന്യനായ മുത്തുക്കോയ തങ്ങൾ ഇവിടെ സൂചിപ്പിച്ചത്. നാം എല്ലാവരും അത് ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. അതിനേക്കാളൊക്കെ അപകടകരമായ ഒരു കാര്യം, ആ സമ്മേളനത്തോടനുബന്ധിച്ച് കേരളീയ സമൂഹത്തിനിടയിൽ അവർ നൽകിയിട്ടുണ്ട്. അത് സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മതേതര മലപ്പുറം എന്ന പേരിൽ CPM പുറത്തിറക്കിയ ഒരു സുവനീറാണ്. അതിൽ സഖാവ് പാലൊളി മുഹമ്മദ് കുട്ടിയുടെ ഒരു അഭിമുഖമുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ പാകിസ്ഥാന് വേണ്ടി ശബ്ദമുയർത്തിയത് മലപ്പുറം ജില്ലയിൽ നിന്നായിരുന്നു എന്നാണ്. 1969 മലപ്പുറം ജില്ല ജന്മമെടുക്കുന്നത്. 1947 മുമ്പാണ് പാകിസ്ഥാൻ വാദം ഉയരുന്നത്. ആ മലപ്പുറം ജില്ല ജന്മമെടുക്കുമ്പോൾ തന്നെ അന്നത്തെ പഴയ മലബാർ എന്ന് പറയുന്നത് നീലഗിരിയും കോഴിക്കോടും മലപ്പുറവും പാലക്കാടും ഒക്കെ ഉൾക്കൊള്ളുന്ന പഴയ മലബാർ ജില്ലയാണ്. സത്യത്തിൽ എന്തൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അങ്ങനെ ഒരു വാചകം ഉപയോഗിച്ചത്? അതിനേക്കാളുപരി അതിന്റെ തൊട്ട് താഴെ പറയുന്നത് ഇതിന്റെ പ്രചാരകൻ സീതി സാഹിബ് ആയിരുന്നു എന്നാണ്. അദ്ദേഹം ഉപയോഗിച്ച വാചകങ്ങൾ ചാണകം അശുദ്ധമാണെന്ന് കരുതുന്നവരാണ് മുസ്ലിങ്ങൾ. ചാണകം ശുദ്ധമാണെന്ന് കരുതുന്നവരെ അംഗീകരിക്കാനാവില്ലെന്ന് സീതി സാഹിബ് പറഞ്ഞു എന്നാണ്. സീതി സാഹിബ് ആരാണെന്ന് ആദ്യം തിരിച്ചറിയണം. KM സീതി സാഹിബ് കേരള ഹൈക്കോടതിയിലെ പ്രഗത്ഭരായ ഒരു അഭിഭാഷകനായിരുന്നു. അതിനെല്ലാം ഉപരി KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ പ്രസംഗം ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തയാളായിരുന്നു. പാലൊളിക്കറിയില്ലെങ്കിൽ ഒരു കാര്യം കൂടി അറിയുക, KM സീതി സാഹിബ് കൊച്ചി നിയമസഭയിൽ അംഗമായിരുന്നു. KM സീതി സാഹിബ് അതിനുശേഷം സ്വാതന്ത്ര്യത്തിന് മുമ്പ് മദ്രാസ് നിയമസഭയിൽ അംഗമായിരുന്നു. KM സീതി സാഹിബ് ആരാണെന്ന് അറിയാൻ ഒരുപക്ഷെ അന്ന് പാലൊളിക്ക് കഴിയില്ല. കാരണം അന്ന് ഹൈദരാബാദ് നിസാമിന്റെ കൂലിപ്പട്ടാളത്തിൽ ഇന്ത്യക്കെതിരെ നിൽക്കുന്നയാളാണ് സഖാവ് പാലൊളി മുഹമ്മദ് കുട്ടി എന്ന കാര്യം ആദ്യം തിരിച്ചറിയുക. അദ്ദേഹം അന്ന് ഹൈദരാബാദ് നിസാമിന്റെ കൂലിപ്പട്ടാളത്തിൽ അംഗമാണ്. സ്വതന്ത്ര ഭാരതത്തോട് ഹൈദരാബാദിനെ ലയിപ്പിക്കാൻ വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് സർദാർ വല്ലഭായ് പട്ടേൽ തീരുമാനിച്ചപ്പോൾ ഇന്ത്യക്കെതിരായി നിലയുറപ്പിച്ച കൂലിപ്പട്ടാളത്തിൽ അന്ന് പാലൊളി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നിടത്ത് അത് മാത്രം വിഴുങ്ങിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അന്ന് പലരും പാകിസ്ഥാനിൽ പോയിട്ടുണ്ട്. ഈ താനൂർ ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളിൽ നിന്ന് പോയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരായിരുന്ന കുട്ടി ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു. അദ്ദേഹം പാകിസ്ഥാനിൽ പോയി ലേബർ പാർട്ടി ഉണ്ടാക്കി മന്ത്രിയായിട്ടുണ്ട്. അതുകൂടി പറയാമായിരുന്നു.
സീതി സാഹിബിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആലോചിച്ച് കാര്യങ്ങൾ പറയണം എന്നേ ഞങ്ങൾ പറയുന്നുള്ളൂ. പാലോളി പറഞ്ഞ വാചകമുണ്ടല്ലോ, ഞാൻ തീർത്ത് പറയട്ടെ. പാകിസ്ഥാൻ വാദം ഉയർത്തിയത് മലപ്പുറത്ത് നിന്നാണ് എന്ന് ആ കാലഘട്ടത്തിൽ മലപ്പുറത്തുകാരായ ജനങ്ങളെ മുഴുവൻ അവഹേളിച്ച് പാലോളി പറഞ്ഞതും നിങ്ങളൊക്കെ പാകിസ്ഥാനിൽ പോടേ എന്ന് സാക്ഷാൽ PC ജോർജ് പറഞ്ഞതും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് എന്ന് പറയാതിരിക്കാനാവില്ല. അവര് രണ്ടുപേരും പറഞ്ഞത് വലിയ വ്യത്യസ്തമായ ഒന്നല്ല. ഒരാള് പാകിസ്ഥാൻകാരനാണെന്ന് പറയുക, മറ്റേയാള് നിങ്ങൾ പാകിസ്ഥാനിൽ പോടേ എന്ന് പറയുക. ഇവരുടെ ഉദ്ദേശം എന്താണ്? കുറച്ചു നാളുകളായി നമ്മുടെ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചില ലക്ഷ്യങ്ങളാണ്. നമ്മളെ തീവ്രവാദികളാക്കണം, ഭീകരവാദികളാക്കണം. കാരണം രാഷ്ട്രീയമായി വളർന്നു കഴിയുകയും നല്ല വിദ്യാഭ്യാസമുള്ള ഒരു ജനതയെ സൃഷ്ടിക്കുകയും ചെയ്തു. നമ്മുടെ മക്കൾ ഇന്ത്യ രാജ്യത്തിലെ കേന്ദ്ര സർവകലാശാലയിലെ കവാടങ്ങൾ തുറന്ന് അവിടെ അഡ്മിഷൻ വാങ്ങുക മാത്രമല്ല, ആ സർവകലാശാല ഭരിക്കുന്ന യൂണിയനുകളിലേക്ക് വരെ മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി ഭാഗമായ MSF തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത അഭിമാനകരമായ നിമിഷങ്ങളുള്ളപ്പോൾ അതിനെ എതിർക്കാൻ ഇവരെടുത്ത മാർഗം എന്താണ്? എളമരം കരീം പറഞ്ഞത് കേന്ദ്ര സർവകലാശാലകളിലേക്ക് തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യുന്ന ചില ഏജൻസികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ചെമ്മാട് ദാറുൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾ കേന്ദ്ര സർവകലാശാലകളിൽ എത്തിയിട്ടുണ്ട്. വാഫി ബിരുദം നേടിയ കുട്ടികൾ കേന്ദ്ര സർവകലാശാലയിൽ എത്തിയിട്ടുണ്ട്. ഫാറൂഖ് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ പുതിയ തലമുറ അവിടെ എത്തിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് എന്ന് കമ്മ്യൂണിസ്റ്റുകാരൻ പ്രചരിപ്പിക്കുന്നുവെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരന്റെ കൊടി BJPയുടെ കാവിക്കൊടിയോടൊപ്പമാണ് കെട്ടേണ്ടത്, അല്ലാതെ മതേതര മുഖം നിങ്ങൾക്കില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്തു. ആ പുസ്തകത്തിൽ പാലോളിയുടെ ഇന്റർവ്യൂ മാത്രമല്ല, ആ പുസ്തകത്തിൽ മതേതര മലപ്പുറം എന്ന പുസ്തകത്തിൽ വിജീഷ വിജയൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരിയായ എഴുത്തുകാരിയുടെ 2 പെണ്ണുങ്ങൾ എന്ന് പറയുന്ന ഒരു ചെറുകഥയുണ്ട്. ആ ചെറുകഥ 19 വയസ്സുള്ള റഹ്മത്തുന്നിസയുമായി സുമിത സോമസുന്ദരൻ എന്ന് പറയുന്ന മറ്റൊരു പെൺകുട്ടിയും പ്രസവ വാർഡിൽ വെച്ച് കണ്ടുമുട്ടുന്നതാണ്. 19 വയസ്സുള്ള റഹ്മത്തുന്നിസ 2 പ്രസവം കഴിഞ്ഞ് 3ാമത്തെ പ്രസവത്തിനാണ് എത്തിയത്. നിങ്ങൾ നോക്കണം ആ പ്രയാസം. 19 വയസ്സുള്ള മുസ്ലിം പെൺകുട്ടി റഹ്മത്തുന്നിസ 2 പ്രസവം കഴിഞ്ഞ് 3ാമത്തെ പ്രസവത്തിനാണ് എത്തിയത്. സുമിത സുന്ദരൻ ചോദിക്കുന്നു, നിനക്ക് എന്തൊക്കെ അറിയാം? അവള് പറയുന്നു, ബിരിയാണി വെക്കും, പത്തിരി ചുടും, കോഴിക്കറി വെക്കും. കോഴിക്കറി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുസ്തകത്തിലുള്ളതാണ്, താരൂരിൽ ഇറക്കിയ. കോഴിക്കറി വെക്കും. എന്നിട്ട് സുമിത സോമസുന്ദരനോട് ചോദിക്കുന്നു, നിങ്ങൾ എന്ത് ചെയ്യും? എനിക്ക് ജേർണലിസമാണ്, പേപ്പറിലാണ് ജോലി. എന്നിട്ട് പ്രസവം കഴിഞ്ഞിട്ട് പറയുന്നത്, 3ാമത്തെ പ്രസവം കഴിഞ്ഞപ്പോൾ ഈ 3ാമത്തെ റഹ്മത്തുന്നിസ പ്രസവിക്കുന്ന കുട്ടി പെൺകുട്ടിയായതുകൊണ്ട് ഭർത്താവ് ആശുപത്രിയുടെ മുറ്റത്ത് വെച്ച് മുത്തലാക്ക് ചൊല്ലിപ്പോയി. ഇതിനേക്കാൾ വലിയ അപമാനം വരെയുണ്ടോ വക്കീല്? മുത്തലാക്ക് ചൊല്ലിപ്പോയിട്ട് ഇവള് പിന്നീട് മറ്റുള്ളവരിൽ നിന്ന് സക്കാത്ത് പിരിച്ച് ഉമ്മ ആശുപത്രി ഫീസ് അടച്ചു. ജേർണലിസത്തിൽ ജോലി ചെയ്യുന്ന ഈ സുമിത സോമസുന്ദരൻ ഇവർക്ക് 6,500 നോട്ട് കൊടുത്തു. ആരെയാണ് നിങ്ങൾ പരിഹസിച്ചത്? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം?
ഇന്നും മലപ്പുറം ജില്ലയിൽ മുത്തലാഖ് വ്യാപകമായി നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ പ്രചരിപ്പിക്കുകയാണോ? ഇന്നും ഞങ്ങളുടെ കുട്ടികൾ പഠിക്കാതെ കോഴിക്കറി വെച്ച് നടക്കുന്നവരാണ് എന്നാണോ നിങ്ങൾ കരുതിയത്? തിരൂരങ്ങാട് PSMO കോളേജിന്റെയോ മലപ്പുറം ഗവൺമെന്റ് കോളേജിന്റെയോ വളാഞ്ചേരി MES കോളേജിന്റെയോ ഏത് കോളേജിന്റെ കവാടത്തിൽ പോയാലും അഭിമാനത്തോടു കൂടി ഞാൻ പറയും, ഞങ്ങളുടെ പെൺകുട്ടികൾ ഇന്ന് ആ കോളേജുകൾ കീഴടക്കിയിരിക്കുന്നു എന്ന് അഭിമാനത്തോടു കൂടി ഞങ്ങൾ പറയും. ഞങ്ങളുടെ മക്കൾ ഇന്നും പഠിക്കാത്തവരാണെന്നും ഞങ്ങളുടെ ഇന്നും കോഴിക്കറി വെക്കുന്നവരാണെന്നും ഞങ്ങളുടെ ആണുങ്ങൾ മുത്തലാഖ് ചെല്ലുന്നവരാണെന്നും നിങ്ങൾ ഈ താനൂരിന്റെ കടപ്പുറത്ത് വെച്ച് പുസ്തകമായി ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് വരുന്ന തെരഞ്ഞെടുപ്പിൽ പലിശ സഹിതം നിങ്ങൾക്ക് തിരിച്ചു നൽകാൻ ഈ ജനതയ്ക്ക് കഴിയും. നിങ്ങൾ എന്താ ധരിച്ചത്? ഒരു സമ്മേളനം നടത്താമെന്ന് കരുതിയിട്ട് എന്ത് നെറികേടുകൾ ഈ നാട്ടിൽ പ്രചരിപ്പിക്കാമെന്നാണോ നിങ്ങൾ കരുതിയത്? നിങ്ങൾ എവിടേക്കായി നാടിനെ കൊണ്ടുപോകുന്നത്? ഒരാൾ ഇവിടെ പ്രസംഗിച്ചത്, പത്രക്കാരോട് പറഞ്ഞത്, എന്നെ വികസനം വരാൻ വേണ്ടി ജനങ്ങൾ കൊതിച്ചു എന്നാണ്. ഏത് വികസനമാണ് സർ വന്നത്? തങ്ങളിവിടെ ചോദിച്ചു. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഞാനിവിടെ നിങ്ങളുടെ MLA ആയിരുന്ന കാലത്ത് കൊണ്ടുവന്നതല്ലാത്ത ഏതൊന്നാണ് പുതുതായി നിങ്ങൾ കൊണ്ടുവന്നത്? ഒരെണ്ണം നിങ്ങൾ പറയുന്നു. ഈ നാട്ടിലെ ജനങ്ങളോടാണ് ചോദിക്കുന്നത്, വാർത്താ മാധ്യമങ്ങളോട് ഞാൻ ചോദിച്ചു, ഒന്ന് നിങ്ങൾ പറയുന്നു ഇത് ഞങ്ങൾ കൊണ്ടുവന്നതാണെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഈ താനൂരിലെ ഞങ്ങൾ പൂർത്തിയാക്കിയ ഹാർബറിൽ മാന്യമായ നിലയിൽ മാലിന്യമില്ലാത്തൊരു അന്തരീക്ഷം സൃഷ്ടിക്കാനെങ്കിലും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കലോനി കനാലിന് ഞങ്ങൾ ആ കര സംരക്ഷിച്ച് സൗന്ദര്യവൽക്കരണം നടത്തിയതിനു ശേഷം 1 മീറ്റർ അധികം ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? തൂവൽ തീരം നമ്മൾ ഉണ്ടാക്കിയെടുത്ത തൂവൽ തീരത്തിന്റെ സൗന്ദര്യം ഇന്ന് എവിടെ? അത് നിങ്ങൾ തകർത്തിട്ടില്ലേ? ഞങ്ങൾ ഉണ്ടാക്കിയ കെട്ടുങ്ങൽ പാലം നിങ്ങൾ ഉദ്ഘാടനം ചെയ്തു എന്നല്ലാതെ നിങ്ങൾ എന്ത് ചെയ്തു? ഇവിടെ തലയുയർത്തി നിൽക്കുന്ന ഈ സിവിൽ സ്റ്റേഷൻ ഞങ്ങൾ ഉണ്ടാക്കിയതല്ലേ? നിങ്ങൾ ഉദ്ഘാടനം ചെയ്ത ഫിഷറീസ് ഹൈസ്കൂളിന്റെ കെട്ടിടം ഞങ്ങൾ ഉണ്ടാക്കിയതല്ലേ? ഇന്ന് കുടിവെള്ള പദ്ധതിയുടെ കാര്യം പറഞ്ഞു. ഇവിടെ PT നാസർ ഇരിക്കുന്നുണ്ട്, യൂസഫ് കല്ലേരി ഇരിക്കുന്നുണ്ട്. ഈ രണ്ടുപേരും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തവരാണ്. അവരിരുത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. താനൂർ കുടിവെള്ള പദ്ധതിക്ക് അതിന്റെ ആദ്യത്തെ അതിനാവശ്യമായ പ്രൊജക്ട് തുടങ്ങാൻ ആവശ്യമായ സ്ഥലം ലഭ്യമാക്കിയത് ഇവരാണ്. നരിയറക്കുന്നിൽ അതിന്റെ പ്ലാന്റ് സ്ഥാപിക്കാൻ വേണ്ടി അഷ്റഫ് ഇരിക്കുന്നുണ്ട്, നിങ്ങളുടെ ജനറൽ സെക്രട്ടറി പാർട്ടിയുടെ. ഈ താനൂർ മണ്ഡലത്തിൽ ടാങ്ക് സ്ഥാപിക്കാൻ വേണ്ടി സ്ഥലം ലഭ്യമാക്കി തന്നവരാണ്. ഇസ്മായിലുണ്ട് പരമരദൂരിലെ. ഓരോ പഞ്ചായത്തിനും സ്ഥലം കണ്ടെത്തി, പ്രൊജക്ട് കണ്ടെത്തി, കിണർ കുടിക്കാനുള്ള സ്ഥലം കണ്ടെത്തി, ഫണ്ട് നീക്കി വെച്ച് അതിനുശേഷം ഞങ്ങൾ അധികാരത്തിൽ നിന്ന് വർഗീയ ശക്തിയുടെ പിൻബലത്തോടുകൂടി നിങ്ങൾ ഞങ്ങളെ പുറത്താക്കിയതിനു ശേഷം ഇന്ന് ഈ നിമിഷം വരെ അതിലൂടെ വെള്ളം ചാടി തുടങ്ങിയിട്ടില്ല. അതിനോടൊപ്പം തുടക്കം കുറിച്ച് തിരൂർ വെട്ടമാലിക്കോയ സാഹിബ് തിരൂർ പഞ്ചായത്തിൽ വെള്ളം ലഭ്യമായി തുടങ്ങി. ഞങ്ങൾ തുടങ്ങിയതല്ലാതെ എന്താ നിങ്ങൾ ചെയ്തത്? ഏതൊരു പ്രവൃത്തി നിങ്ങൾ പറയട്ടെ, ഞങ്ങൾ ഇതാണ് ചെയ്തത്. ഇപ്പോൾ നടക്കുന്ന ഈ തെയ്യാല പാലത്തിന് പോലും ബജറ്റിൽ വക കണ്ടെത്തിയിട്ടാണ് ഞങ്ങൾ പോയത്. ഒരു പദ്ധതി നിങ്ങൾ പുതുതായി കൊണ്ടുവന്നിട്ടില്ല. നിങ്ങളുടെ വികസനം കൊതിച്ചാരും നിങ്ങൾക്ക് വോട്ടും ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങൾ ചെയ്തു. ഞാൻ ആദ്യം ജയനെതിരെ മത്സരിച്ച ഘട്ടത്തിൽ
PDPക്ക് ഇവിടെ ഉണ്ടായിരുന്ന SDPIക്ക് ഇവിടെ ഉണ്ടായിരുന്ന വോട്ട് 3800 സ്വാഭാവികമായി വോട്ടിന്റെ വർധനവിനനുസരിച്ച് അത് 5000 ആകണം, അല്ലെങ്കിൽ 6000 ആകണം. എന്നാൽ അബ്ദുറഹ്മാനോട് മത്സരിച്ചപ്പോൾ കിട്ടിയത് എത്രയാണ്? 1163 അല്ലേ? എവിടെ പോയി SDPIക്ക് അതിന് തൊട്ടു മുമ്പ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയ പോളിംഗ് ശതമാനം വർദ്ധിച്ച വോട്ടേഴ്സിന്റെ എണ്ണം വർദ്ധിച്ചതിനനുസരിച്ച് കിട്ടേണ്ട 6000 വോട്ടിൽ 1000 കഴിച്ച് ബാക്കി 5000 എവിടെ പോയി? ഞങ്ങൾക്കറിയണം. ഇന്ത്യ ജമാഅത്തെ ഇസ്ലാമിക്ക് അന്ന് കിട്ടിയ വോട്ട് എത്രയാണ്? ജമാഅത്തെ ഇസ്ലാമിക്ക് കിട്ടിയത് 1100 വോട്ട്. ഇന്ത്യ ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ നിയോജകമണ്ഡലത്തിൽ 1100 വോട്ടാണ്. അല്ലല്ലോ, BJPയുടെ വോട്ട് വേറെ നിൽക്കട്ടെ. പരസ്യമായി നിങ്ങൾ വോട്ട് കച്ചവടം നടത്തിയിട്ട് മുസ്ലിം ലീഗിനെതിരായി കിട്ടാവുന്ന എല്ലാ ശക്തികളെയും വില കൊടുത്തു വാങ്ങിയിട്ട് തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ട് അവസാനം അതിന് രാഷ്ട്രീയ മാനം കണ്ടെത്താൻ വരരുത്. അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. നിങ്ങൾ ഈ നാടിനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഈ നാട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രസംഗം ചുരുക്കുകയാണ്. നാമൊക്കെ ഷാജിദ് സാഹിബിന്റെ പ്രസംഗം കേൾക്കാൻ വന്നതാണ്. അതുകൊണ്ട് കൃത്യമായ രാഷ്ട്രീയ ബോധത്തോടു കൂടി തന്നെയാണ് മുസ്ലിം ലീഗ് എന്നും നിന്നിട്ടുള്ളത്. ആ വോട്ടിന്റെ പാറ്റേൺ പഠിക്കുന്ന ഏതൊരാൾക്കും അറിയാം, നിങ്ങളുടെ ന്യൂനത കൊണ്ട് നിങ്ങൾ തോറ്റിട്ടില്ല. പക്ഷെ നിങ്ങളുടെ ശത്രുക്കൾ വോട്ടേകോപ്പിച്ച് നിങ്ങൾക്കെതിരായി അവരത് ഉപയോഗപ്പെടുത്തി അപകടകരമായ അന്തരീക്ഷം ഉണ്ടാക്കി. അതിന്റെ തിക്തഫലം ഇന്ന് അനുഭവിക്കുകയാണ്. താനൂര് മാത്രമല്ല, കേരളത്തിലെ മുസ്ലിം സമുദായം ഒന്നടങ്കം അത് അനുഭവിക്കുകയാണ്. അതുകൊണ്ട് ഇനി നിങ്ങൾ രക്ഷപ്പെടുമെന്ന് കരുതരുത്. നിങ്ങളുടെ ആരുടെയെങ്കിലും മുഖസ്തുതി കൊണ്ടോ, ഞാൻ പഴയകാലത്ത് കേട്ടിരുന്നത് കേരളത്തിന്റെ ഒരു ആസ്ഥാന കവി എന്ന് പറഞ്ഞുകൊണ്ട് പറയപ്പെടുമായിരുന്നു കുമാരനാശാനെ കുറിച്ച്. വള്ളത്തോൾ ആസ്ഥാന കവിയാകാൻ ആഗ്രഹിച്ചപ്പോൾ വള്ളത്തോൾ പറഞ്ഞത്, എനിക്ക് ആ കവിപ്പട്ടം വേണ്ട എന്നാണ് ബ്രിട്ടീഷുകാരനോട് പറഞ്ഞത്. നെൽസൺ സാഹിബിന്റെ കയ്യിൽ നിന്ന് കുമാരനാശാൻ വാങ്ങിയെന്ന് ചരിത്രം പറയുന്നു. അങ്ങനെ ആസ്ഥാന കവിപ്പട്ടം ഞാൻ സ്വീകരിച്ചിട്ടില്ല എന്ന് അവസാന നിമിഷം വരെ കുമാരനാശാന്റെ കുടുംബവും പറയുന്നു. പക്ഷേ ഏതായാലും പിണറായി വിജയൻ ആസ്ഥാന കവികൾ വെച്ച് തന്റെ മുഖസ്തുതി പാടിച്ച് ഇനി കേരളത്തിൽ തിരിച്ചു വരാമെന്ന് കരുതുന്നുവെങ്കിൽ അത് ചരിത്രത്തിലെ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. ജനമത് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരുമിച്ച് നിൽക്കുക. ശക്തമായ മുന്നേറ്റത്തിലൂടെ ഈ താനൂരിലെ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ശക്തിയെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയും. അതിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും.